മായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ തോന്നിയ രൂപത്തിൽ പ്രതികരിക്കേണ്ടവനല്ല മുസ്ലിം. തോന്നിയ രൂപത്തിൽ പ്രതികരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അത് നിയമവിരുദ്ധമാകുമ്പോൾ അതിനെതിരെ ബോധനങ്ങൾ ഉണ്ടാകാറുണ്ട്, അതെല്ലാം വേറെ വശം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാകണമെന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാകണം അയാളുടെ പ്രതികരണം. അത് പഠിക്കാത്തതാണ്, പഠിപ്പിക്കാത്തതാണ്. ചോദ്യകർത്താവ് നിരീക്ഷിച്ചതുപോലെ പഠിപ്പിക്കാത്തതാണ്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഭൂമികയിൽ നിന്നുകൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും കൃത്യമായി പൊതുസമൂഹത്തെ പഠിപ്പിക്കാത്തത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു വളരെ ന്യൂനപക്ഷം യുവാക്കളെങ്കിലും ഭീകരവാദത്തിലേക്ക്, തീവ്രവാദത്തിലേക്ക് വഴിതിരിയാൻ കാരണം. യഥാർത്ഥത്തിൽ വളരെ ചെറിയ, വളരെ ന്യൂനപക്ഷം മാത്രമാണ് ഭീകരവാദത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്ത മുസ്ലിം യുവാക്കൾ എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അത്തരം പ്രവർത്തികളുടെ പേരിൽ ജനറലൈസ് ചെയ്യപ്പെടുകയും മുസ്ലിങ്ങൾ മൊത്തത്തിൽ ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട്. അത് ശരിയല്ല എന്നുകൂടി അനുബന്ധമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഷാദ്, പാലക്കാടാണ് വീട്. ആനുകാലികമായി ഇന്ത്യയിൽ ഉൾപ്പെടെ അടുത്ത കാലത്തായി നടന്നു വരുന്ന സ്ഫോടന പരമ്പരകളിൽ എല്ലാം തന്നെ മുസ്ലിം സംഘടനകളാണ് പിതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് തന്നെ ഇസ്ലാമിൽ ഭീകരവാദമുണ്ടെന്നുള്ളതിന് തെളിവല്ലേ? മറ്റൊരു സംശയം കൂടെയുണ്ട്. ഹർക്കത്തുൽ മുജാഹിദീൻ, ഇന്ത്യൻ മുജാഹിദീൻ പോലുള്ള സംഘടനകളാണല്ലോ അടുത്ത് നടന്ന പരമ്പരകളെല്ലാം നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇതുമായി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ തുടങ്ങിയ കേരളത്തിലെ സംഘടനകൾക്ക് അതുമായി ബന്ധമുണ്ടോ? അറിഞ്ഞാൽ കൊള്ളാം. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലും വിദേശത്തെല്ലാം നടക്കുന്ന ഒരുപാട് കലാപങ്ങളിൽ ഇപ്പോൾ പിടിക്കപ്പെടുന്നത് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മുസ്ലിം പേരുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഇസ്ലാം ഭീകരവാദം പ്രചരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു എന്നതിന് തെളിവല്ലേ എന്നാണ്. ഞാൻ എൻ്റെ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ഏതൊരു സമൂഹവും, അത് ഏത് സമൂഹമാകട്ടെ, അവർ അനീതിക്ക് പാത്രമാക്കപ്പെടുമ്പോൾ, ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അസ്വാതന്ത്ര്യം അവരുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കപ്പെടുമ്പോൾ, അടിമത്വം വളരെ ശക്തമായി അവരെ ആവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും രൂപങ്ങളിൽ അവർ വൈകാരികമായി പ്രതികരിച്ചെന്നിരിക്കും. ആ പ്രതികരണങ്ങൾ ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. അതാണ് നമ്മൾ പറയുന്നത്. ഒരു മുസ്ലിമിന് പ്രതികരണത്തിൻ്റെ രീതിശാസ്ത്രം പോലും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാകുമ്പോൾ, അനീതിക്ക് പാത്രമാക്കപ്പെടുന്നത് മുസ്ലിം പേരുള്ള ആളുകളാകുമ്പോൾ, അസ്വാതന്ത്ര്യം അടിച്ചേൽപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളുടെ മേലാകുമ്പോൾ, അധീശത്വം മുസ്ലിങ്ങളുടെ മേലെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹങ്ങളുടെ മേലെ അധീശത്വം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി അവിടെ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങൾക്ക് ഇസ്ലാമല്ല കാരണക്കാരൻ. അനീതി ആരാണോ ഉണ്ടാക്കിയത്, അധീശത്വത്തിന് ആരാണോ ചുക്കാൻ പിടിക്കുന്നത്, ആരാണോ അടിമത്വം അടിച്ചേൽപ്പിക്കുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ കാരണക്കാർ. ഇന്ന് ലോകവ്യാപകമായി ഭീകരവാദം ആരോപിക്കപ്പെടുന്ന, ഇസ്ലാമിന് നേരെ ഭീകരവാദം ആരോപിക്കപ്പെടുന്നു സൂചിപ്പിച്ചതുപോലെ, എൻ്റെ ലോകത്ത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങളിൽ ഭീകരവാദം ഉണ്ടാകുന്നു? ആ ചോദ്യത്തിന് ഉത്തരം വളരെ സരളമാണ്. മുസ്ലിങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിലായി പോയി പെട്രോൾ, മുസ്ലിങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിലായി പോയി ജലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്, ജലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ ജലത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി, അധീശത്വത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവിടെ അടിച്ചമർത്തലുകൾ നടക്കണം. അതിന് ഇടപെടാൻ അവസരമുണ്ടാകണം. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എന്നുള്ള നിലക്ക് സാമ്രാജ്യത്വത്തിന് നേർക്ക് നേരെ ഇടപെടാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് കാരണങ്ങൾ ഉണ്ടാകണം. ആ കാരണങ്ങൾ ഭീകരവാദമാകണം. ആ ഭീകരവാദം കാരണമാകാൻ കാരണം ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഏറ്റവും അധികം ഭയപ്പെടുന്നു സാമ്രാജ്യത്വം ഇസ്ലാമിനെ. അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രതിചേർക്കപ്പെടണം. അതിന് ആദർശപരമായ തലമുണ്ട്, പ്രായോഗികമായ തലമുണ്ട്, രാഷ്ട്രീയമായ തലമുണ്ട്.
ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിങ്ങളുള്ള സ്ഥലത്തായി പോയി പെട്രോളും മുസ്ലിങ്ങളുടെ സ്ഥലത്തായി പോയി വെള്ളത്തിൻ്റെ സ്രോതസ്സുകളും എന്നതാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയമായ കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഭീകരവാദ ആരോപണങ്ങളുടെ പിന്നിലുള്ള. എന്നാൽ ഇങ്ങനെയാണെങ്കിലും അതീശത്വത്തിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നതിന് ഇസ്ലാമിന് മാർഗരേഖയുണ്ട്. ആ മാർഗരേഖക്കപ്പുറത്ത് മുസ്ലിങ്ങൾ പ്രതികരിച്ചുകൂടാ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെ ഇന്ത്യയിലാണെങ്കിലും ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം സമൂഹത്തിൽ സ്വാഭാവികമായി നിലനിൽക്കുന്ന ഒരുതരം അരക്ഷിത ബോധമുണ്ട്. അതൊരു സത്യമാണ്. ആ അരക്ഷിത ബോധത്തെ ഉപയോഗപ്പെടുത്താൻ ഭീകരവാദികൾ, തീവ്രവാദികൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം മുസ്ലിം യുവതയെ ദഅവത്തിൽ നിന്ന്, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി കേവലം അവരുടെ മനസ്സുകൾക്കകത്തേക്ക് കലാപങ്ങളെ കുത്തിവെക്കുകയാണ്. അതുവഴി ആദർശ പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട മുസ്ലിം യുവാക്കളുടെ ഊർജവും മുസ്ലിം യുവാക്കളുടെ ധിഷണയും വഴിതിരിച്ചു വിട്ട് കലാപങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഉപയോഗിക്കപ്പെടും. അപ്പോൾ ആദർശ പ്രബോധനത്തിന് വേണ്ടി മുസ്ലിം യുവതയുടെ ദിശണ ഉപയോഗപ്പെടുത്തപ്പെടുകയാണെങ്കിൽ, അവരുടെ ഊർജം ഉപയോഗപ്പെടുത്തപ്പെടുകയാണെങ്കിൽ ഈ ആദർശം ജനങ്ങളിലെത്തും. ജനങ്ങൾ ഈ ആദർശത്തിന്റെ വിമോചനത്തിലേക്ക് നയിക്കപ്പെടും. ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും, ഇത് പഠിക്കും. അങ്ങനെ അധീശത്വത്തിന്റെ ആളുകൾക്ക്, അടിച്ചമർത്തലിന്റെ ആളുകൾക്ക് തങ്ങളുടെ കൈകളിലേക്ക് മനസ്സിനെയും ആത്മാവിനെയും ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ജനവിഭാഗം പാശ്ചാത്യ നാടുകളിലടക്കം ഉയർന്നു വരും. അത് എന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ പ്രവേഗത്തിന്, അതിൻ്റെ ഫ്രീക്വൻസിക്ക് വർധനവുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായും മുസ്ലിം യുവതയെ ദഅവത്തിൽ നിന്ന്, ആദർശ പ്രബോധനത്തിൽ നിന്ന് അകറ്റി അവരെ കലാപകാരികളാക്കി മാറ്റാൻ സാമ്രാജ്യത്വം പരിശ്രമിക്കുന്നു. അതിനനുഗുണമായ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നു. ആ സാമൂഹ്യ സാഹചര്യത്തിൽ അസംതൃപ്തരായ ആളുകളെ ഇനി രക്ഷ വേണമെങ്കിൽ ആയുധമെടുക്കുകയല്ലാതെ നിർവാഹമില്ല എന്ന് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തലച്ചോറിനെ വളരെ സമർത്ഥമായി വാഷ് ചെയ്യുന്നു, തലച്ചോറിനെ പ്രക്ഷാളനം ചെയ്യുന്നു. അപ്പോൾ ഇനി മുസ്ലിങ്ങൾക്കുള്ള മാർഗം ആകെ ആയുധം എടുക്കുക മാത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു മീഡിയകളിലൂടെ, അവരറിഞ്ഞും അറിയാതെയും. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നതിന് സമാനമായ സാഹചര്യങ്ങൾ അടുത്ത പ്രദേശങ്ങളിൽ സൃഷ്ടിക്കുവാൻ സാമ്രാജ്യത്വത്തിനും അവരുടെ ഏജന്റുമാർക്കും പ്രത്യേകമായ രൂപങ്ങളുണ്ട്, രീതികളുണ്ട്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായി മതപരമായി കൃത്യമായി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ, കൃത്യമായി അവരുടെ മനസ്സുകൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും അനുസൃതമായി ഊട്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരം ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെയ്യാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഇസ്ലാമിക പ്രബോധനം ശക്തമായി നിർവഹിക്കപ്പെടുക. ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ഈ യുവതയെ ക്ഷണിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുക. അത് മുസ്ലിങ്ങളുടെ പടി. അതേസമയം അതോടൊപ്പം ചെയ്യേണ്ട കാര്യം, എങ്ങനെയായിരുന്നാലും ഈ ഭീകരവാദവും തീവ്രവാദവും ഇല്ലാതെയാകണമെങ്കിൽ അനീതി നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം ഇല്ലാതെയാകണം. അതിൻ്റെ ബീജം വളരുന്നത് അനീതിയുടെ പുഴുക്കുത്തുകളിലാണ്. ആ അനീതി, അടിച്ചമർത്തലുകൾ, ആ അധിനിവേശത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അതില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും ഭീകരവാദത്തിന് വളരാൻ വ്രണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ വ്രണങ്ങളെ ചികിത്സിക്കാതെ ഈച്ചകളെ വെടിവെച്ചിടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ പരിഹാരമാവില്ല എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ചുരുക്കത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, അത് മുസ്ലിങ്ങൾ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇരവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും ആ പ്രതികരണങ്ങൾ തെറ്റാണ്, ഒരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ആ പ്രതികരണങ്ങൾ അനിസ്ലാമികമാണ്. പക്ഷേ ആ അനിസ്ലാമികമാണ് എന്ന ബോധം വളർത്തുന്നതോടൊപ്പം തന്നെ അതുണ്ടാകുവാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം കൂടി ഇല്ലാതെയാകണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ പ്രശ്നം, ഹർക്കത്തുൽ മുജാഹിദീനും അതേപോലെയുള്ള മുജാഹിദീൻ എന്ന പേരിലുള്ള സംഘങ്ങളുമുണ്ട്. നദ്വത്തുൽ മുജാഹിദീനും ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീനുമെല്ലാം ഇതുമായി ബന്ധമുണ്ടോ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ജിഹാദ് എന്നാൽ ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. ജിഹാദ് എന്ന പദത്തിന് ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. ഒരു മുസ്ലിം അയാളുടെ ജീവിതത്തിൽ മുസ്ലിമായി ജീവിക്കുവാൻ വേണ്ടി, ആദർശ പ്രബോധനത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങളെല്ലാം ജിഹാദാണ്.
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്, പഠിപ്പിച്ചത് അങ്ങനെ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഖുർആൻ 25-ാം അധ്യായത്തിലെ 52-ാമത്തെ വചനം.